ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീശിവ. അപ്പോൾ ദേ ഞാനിങ്ങനെ ഉച്ചയ്ക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ ഏട്ടൻ കയറി വന്നത്. ആൾ പറഞ്ഞു ചോറ് വിളമ്പൂ. ഞാൻ പറഞ്ഞു ഇന്ന് മീനൊന്നും കിട്ടിയില്ല, എന്നാൽ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറയുക, രോഗം ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഫുഡി ഫൈസിയുടെ ഒരു പേജിലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് ആൾ വന്ന് എന്നും ഭർത്താവും ഫ്രണ്ട്സുമായി കയറി വന്നു ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞ പോലെ ഏട്ടനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്നാൽ പിന്നെ ആ ചമ്മന്തി തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും ആവശ്യത്തിനുള്ള വെല്ലുള്ളി ഇട്ടാണ് ചമ്മന്തി അരക്കണേ. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് പുളി അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ പൊതുവേ പൊതുവേ നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്തിട്ടാണ് അധികം ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയപ്പോൾ ഞാൻ നോക്കി. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. പോരാത്തതിന് കായവും കൂടെ ചേർക്കണം കേട്ടോ. കായൊക്കെ കൂട്ടി കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചമ്മന്തി അരക്കണേ. കണ്ടപ്പോൾ തന്നെ എനിക്ക്, അതായത് നമ്മളത് ഫുഡ് ഡിവൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇടാം. ഞാൻ പറഞ്ഞേ ഇതൊരു വെറൈറ്റി തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കണേ. അതുപോലെ പുളി വറ്റൽമുളക് ഉള്ളിയൊക്കെ വഴറ്റി കുറച്ച് ശർക്കരയും ഉപ്പൊക്കെ ചേർത്ത് അങ്ങനെ ചമ്മന്തിയൊക്കെ അരയ്ക്കാറുണ്ട്. ഈ മല്ലിച്ചപ്പ് കായം കുരുമുളക് പൊടി അതൊക്കെ ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ ശിവയാണ് കേട്ടോ വീഡിയോ എടുത്ത് സഹായിക്കുന്നത്. അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടെ അങ്ങ് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അത് തട്ടിയിട്ട് നമുക്കിത് അരയണ്ട, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. കൂടുതൽ അരയാനൊന്നും പാടില്ല. ഉള്ളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണം. ഇതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ചൂടാക്കാത്ത പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം നല്ല മണമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളത് കൂടുതൽ വേവിച്ചൊന്നുമില്ല. ചോറ് വിളമ്പി കുറച്ച് എന്താ പറയുക, മീൻ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ചമ്മന്തി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കായപ്പേരിയാണ്, കായയും പയറും വെച്ച് ഞങ്ങളുടെ ഇവിടെ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. ഇത് മെഴുക്കുവരട്ടി ഉപ്പേരി. പിന്നെ കുറച്ച് കറി, പടവലങ്ങ കറി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, കയ്പ്പയ്ക്ക അച്ചാർ, കുറച്ച് മുളക്, പിന്നെ ഈ ചമ്മന്തി. പിന്നെ ഏട്ടൻ കഴിക്കുന്ന വീഡിയോ റിവ്യൂ പറയുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നുപോയി. ആ ചമ്മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ചമ്മന്തിയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ഷെയർ കമൻറ്റ്. ഓക്കേ.